ഹലോ ഫ്രണ്ട്സ്, ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു നാടൻ രസത്തിൻ്റെ റെസിപ്പിയാണ്. പരിപ്പോ അതുപോലെ തന്നെ രസം പൗഡറോ ഒന്നും ചേർക്കാതെ നല്ല നാടൻ രസം നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ഈ റെസിപ്പി ഇഷ്ടമായാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉണക്കമുളക് 6 മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, 6-7 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം കായം, മല്ലി 2 ടേബിൾ സ്പൂൺ, കുരുമുളക് 1.5 ടേബിൾ സ്പൂൺ, നല്ല ജീരകം അഥവാ ചെറിയ ജീരകം 1/2 ടീസ്പൂൺ, തക്കാളി 1 മീഡിയം സൈസ്. ഇത് വന്നിട്ട് ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. താളിക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: കടുക് 1 ടീസ്പൂൺ, ഉണക്കമുളക് 2, ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തത് 6-7 എണ്ണം, കറിവേപ്പില 3 തണ്ട്, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ആവശ്യത്തിന്, വാളൻപുളി ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ. ഇതൊരു 1/4 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് 20 മിനിറ്റ് വെക്കുക. അതിനുശേഷം പിഴിഞ്ഞ് ജ്യൂസ് എടുക്കാം. ഞാനൊരു ഫ്രൈങ് പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിയും ഉണക്കമുളകും ഒക്കെ ഇട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. 2 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് 6 ഉണക്കമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കിനി നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ അടുപ്പിൽ നിന്ന് വാങ്ങി മാറ്റി വെക്കണം. ഇതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ടിത് അരച്ചെടുക്കാം. അടുത്തായിട്ട് നമുക്ക് കടുക് താളിച്ചത് തയ്യാറാക്കി വെക്കാം. അതിനായിട്ട് ഞാൻ ഫ്രൈങ് പാൻ വീണ്ടും സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് മുഴുവനും കംപ്ലീറ്റ് ആയിട്ട് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കടുക് മുഴുവനും പൊട്ടി തീർന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കാം. കറിവേപ്പില ചേർക്കാം. ഉണക്കമുളകും കൂടെ ചേർക്കാം. ഇത് മൂന്നും കൂടെ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ സ്റ്റൗവിൽ നിന്ന് വാങ്ങി മാറ്റി വെക്കാം. ഞാൻ ചുവട് കട്ടിയുള്ളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത ഇൻഗ്രീഡിയൻസ്, ആ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത ഇൻഗ്രീഡിയൻസും അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് അടുത്തായിട്ട് ചേർക്കേണ്ടത് പുളിവെള്ളമാണ്. നമ്മളൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞ് ആ പുളിവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് വെള്ളം ചേർക്കാം. ഞാനൊരു 2.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കായം ചേർക്കാം. 2 ചെറിയ പീസ് കായമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ മഞ്ഞൾപ്പൊടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒരു 10-12 മിനിറ്റ് ലോ ഹീറ്റിലിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. ഇത് നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ സത്തൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരണം. ഇപ്പോൾ ഒരു 10-12 മിനിറ്റ് ഞാനിതിനെ നന്നായിട്ട് തിളപ്പിച്ചു. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ നല്ലൊരു ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നന്നായിട്ടൊന്ന് അരിച്ച് ഇതിൻ്റെ ഉള്ളിലെ ഈ ഒരു പിശിടൊക്കെ ഒന്ന് മാറ്റിക്കളയാം. ഞാനിപ്പോൾ തിളച്ച് വന്ന രസം നന്നായിട്ട് അരിച്ചെടുത്തിട്ട് വീണ്ടും പാനിലാക്കി സ്റ്റൗവിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് തക്കാളിയാണ്. ഈ തക്കാളി ചേർക്കുക വന്നിട്ട് ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു ചെറിയ തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിനെ നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഈ തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരണം. ഇപ്പം നമ്മുടെ രസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കായത്തിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട്. ഇതെൻ്റെ വീട്ടിൽ മമ്മി ഉണ്ടാക്കുന്ന രസത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ചുമ്മാതെ കുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടുക് താളിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ രസം ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പുളി കുറവാണെങ്കിൽ കുറച്ച് വാളൻപുളി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ട്. നമ്മുടെ രസം റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ നാടൻ രസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. രസം ദഹനത്തിന് വളരെ നല്ല ഒന്നാണ്. പ്രത്യേകിച്ച് നമ്മൾ പരിപ്പ് ചേർക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഗ്യാസിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്